നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച് കണ്ട നമുക്കിഷ്ടപ്പെട്ട ചില സിനിമകളുണ്ട്. എന്നാൽ ആ സിനിമകളിലെ കഥയും പാട്ടുകളും ഡയലോഗുകളും സീനുകളും ഉൾപ്പെടെ പല കാര്യങ്ങളും അതിനു മുൻപ് ഇറങ്ങിയ മലയാളം ഉൾപ്പെടെയുള്ള മറ്റു പല സിനിമകളിൽ വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ പലപ്പോഴായി ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ആ ലിസ്റ്റിൽപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പതിവ് പോലെ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. പോലീസ് 2005 ആക്ഷൻ ത്രില്ലർ സിനിമയാണ് പോലീസ്. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി DI ടെക്നോളജി ഉപയോഗിച്ച് കളർ ഗ്രേഡ് ചെയ്ത സിനിമയാണ് പോലീസ്. സിനിമയിലെ ഇന്ദ്രജിത്തിന്റെ ഇൻട്രോ സീൻ സ്വല്പം വെറൈറ്റി ആയിരുന്നു. എന്നാൽ ഈ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ 1985 ജാക്കി ചാൻ സിനിമയായ പോലീസ് സ്റ്റോറിൽ നിന്നും അതേപടി എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇതിൽ കോമഡി ഇതൊന്നുമല്ല. മലയാള സിനിമയായ പോലീസ് 1989 പുറത്തിറങ്ങിയ അമേരിക്കൻ ആക്ഷൻ കോമഡി സിനിമയായ ടാങ്കോ ആൻഡ് കാഷിൽ നിന്നും ഇൻസ്പയർ ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഈ അമേരിക്കൻ സിനിമയിലും ജാക്കി ചാന്റെ പോലീസ് സ്റ്റോറിയിലെ അതേ സീൻ കോപ്പി അടിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ പോലീസ് മാത്രമല്ല, അതിനു മുൻപ് പുറത്തിറങ്ങിയ മറ്റൊരു മലയാള സിനിമയിലും ഇതേ സീൻ കോപ്പി അടിച്ചു വെച്ചിട്ടുണ്ട്. 1990 പുറത്തിറങ്ങിയ രഘുവരൻ നായകനായ വ്യൂഹം എന്ന സിനിമയിൽ രഘുവരന്റെ ഒരു കിടിലൻ കാർ ചേസിംഗ് സീനുണ്ട്. ആ ഒരു സീൻ മാത്രം കണ്ടു നോക്കിയാൽ മതി എന്താണ് കോപ്പിയുടെ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നാദിയ കൊല്ലപ്പെട്ട രാത്രി 2007 ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് നാദിയ കൊല്ലപ്പെട്ട രാത്രി. കാവ്യ മാധവന്റെ വില്ലൻ കഥാപാത്രത്തിന്റെ മൂക്കിൽ നിന്നും രക്തം വരുന്നതായി പലതവണ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആ ഒരു കഥാപാത്രം എക്സ്ട്രീം സ്ട്രെസ്, ദേഷ്യം, ടെൻഷൻ, പ്രതികാര ചിന്തകൾ എന്നിവയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ. എന്നാൽ കാവ്യ മാധവന്റെ കഥാപാത്രത്തിന് ഈ ഒരു വേരിയേഷൻ കൊടുത്തത് മറ്റൊരു തമിഴ് സിനിമയിൽ നിന്നും ഇൻസ്പയർ ആയി എടുത്തിട്ടാണ്. 2004 പുറത്തിറങ്ങിയ സിംബു സംവിധാനം ചെയ്ത് അഭിനയിച്ച മന്മഥൻ എന്ന സിനിമയിൽ സിംബുവിന്റെ സൈക്കോ കഥാപാത്രം ഇതേ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മൂക്കിൽ നിന്നും ബ്ലഡ് പുറത്തേക്ക് വരുന്നതായി കാണാം. മന്മഥൻ എന്ന സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സിംബുവിന്റെ പെർഫോമൻസും ആ ഒരു കഥാപാത്രത്തിന്റെ വേരിയേഷൻസും ആയിരുന്നു. മന്മഥൻ സൗത്ത് ഇന്ത്യ മുഴുവൻ ട്രെൻഡായ സമയത്താണ് സൈക്കോ കഥാപാത്രത്തിന്റെ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്ന ആശയം കാവ്യമാധവന്റെ കഥാപാത്രത്തിന് തിരക്കഥാകൃത്ത് കൊടുത്തത്. കൊച്ചി രാജാവ് 2005 ദിലീപ് സിനിമയാണ് കൊച്ചി രാജാവ്. ഹരിശ്രീ അശോകന്റെ കഥാപാത്രം സിനിമയിൽ വേഷം മാറി പ്രിൻസിപ്പാളിനോട് സംസാരിക്കുന്നതിനിടയിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. എന്നാൽ ഇതേ ഡയലോഗ് ഹരിശ്രീ അശോകൻ 2 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ മറ്റൊരു സിനിമയിലെ ഡയലോഗാണ്. 2003 റൊമാന്റിക് കോമഡി സിനിമയാണ് തില്ലാന തില്ലാന. സിനിമയിലെ നായകനായ കൃഷ്ണയും ഹരിശ്രീ അശോകനും മറ്റ് കഥാപാത്രങ്ങളും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു സീനിലാണ് ഹരിശ്രീ അശോകൻ ആ ഒരു ഡയലോഗ് പറയുന്നത്. എന്റെ അച്ഛൻ ബംഗാളി, അമ്മ മലയാളി, മോൻ എരപ്പാളി. ഒപ്പം 2016 പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമയാണ് ഒപ്പം. സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് വില്ലൻ മോഹൻലാലിനെ പിന്തുടർന്ന് വരുമ്പോൾ കാഴ്ചയില്ലാത്ത മോഹൻലാൽ വില്ലനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി തന്റെ ഫോണിൽ നിന്നും വില്ലനെ വിളിച്ച് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടിട്ടാണ് വില്ലനെ തോക്കുപയോഗിച്ച് കൊല്ലുന്നത്. കാഴ്ചയില്ലാത്ത നായകന്റെ ഈ ഒരു അതിബുദ്ധി 2007 പുറത്തിറങ്ങിയ അമേരിക്കൻ സിനിമയായ സെല്ലുലാറിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. സെല്ലുലാറിന്റെ ക്ലൈമാക്സിലും വില്ലൻ തോക്കുമായി വരുമ്പോൾ നായകൻ വില്ലന്റെ ഫോണിലേക്ക് കോൾ ചെയ്ത് ഫോൺ റിങ് ചെയ്യുമ്പോഴാണ് വില്ലനെ കൊലപ്പെടുത്തുന്നത്. എന്നാൽ ഈ സെല്ലുലാർ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഈ സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞാൽ മറ്റൊരു മോഹൻലാൽ സിനിമ നിങ്ങളുടെ മനസ്സിലേക്ക് ഉറപ്പായിട്ടും വരും. കഥ ഇങ്ങനെയാണ്. കുറെ വില്ലന്മാര് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒരു മുറിയിൽ പൂട്ടിയിടുന്നു. രക്ഷപ്പെടാൻ വേണ്ടി ആ പെൺകുട്ടി ആ മുറിയിലെ ഒരു പഴയ ഫോണിൽ ഏതോ നമ്പർ ഡയൽ ചെയ്ത് ആരെയോ വിളിക്കുന്നു. അങ്ങനെ ആ ഒരു കോള് നായകന് പോകുന്നു. അങ്ങനെ നായകൻ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് രക്ഷപ്പെടുത്തുന്നു. ഇനി ആ മോഹൻലാൽ സിനിമ ഏതാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. മഴവില്ല് 1999 കുഞ്ചാക്കോ ബോബൻ സിനിമയാണ് മഴവില്ല്. ഈ സിനിമയുടെ കഥ ഭയങ്കര വെറൈറ്റിയാണ്. അതായത് കുഞ്ചാക്കോ ബോബൻ നായികയെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു. എന്നാൽ കുഞ്ചാക്കോ ബോബന്റെ സുഹൃത്തായ വിനീത് കുഞ്ചാക്കോ ബോബന്റെ ഭാര്യയെ ഇഷ്ടപ്പെടുന്നു. ഒടുവിൽ വിനീതിന്റെ കഥാപാത്രം തന്റെ ഉറ്റ സുഹൃത്തിന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ വേണ്ടി സുഹൃത്തായ കുഞ്ചാക്കോ ബോബനെ കൊലപ്പെടുത്തുന്നു. പിന്നീട് സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന കുഞ്ചാക്കോ ബോബന്റെ ഭാര്യ വിനീതിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചെന്ന് കള്ളം പറഞ്ഞ് ഒടുവിൽ വിനീതിന്റെ മുന്നിൽ വെച്ച് തന്റെ ജീവൻ കളയുന്നു. തന്റെ ഭർത്താവിനെ കൊന്നവനോടുള്ള ഒരു പ്രതികാരമാണ് നായിക ഇവിടെ നടത്തിയത്. എന്നാൽ ഈ ഒരു കോംപ്ലക്സ് ആയ കഥ മറ്റൊരു മലയാള സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ സിനിമ ഇറങ്ങുന്നതിനും 17 വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ സംവിധായകൻ ഭദ്രന്റെ ആദ്യ സിനിമയായിരുന്നു എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. ഇനി ആ സിനിമയുടെ കഥയൊന്ന് കേട്ടു നോക്കുക. നായകനായ ശങ്കർ മേനകയെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു. പിന്നീട് ശങ്കറിന്റെ സുഹൃത്തായ കലാരഞ്ജനിയുടെ കഥാപാത്രം ശങ്കറിനെ സ്വന്തമാക്കാൻ വേണ്ടി ശങ്കറിന്റെ ഭാര്യയായ മേനകയെ ഇല്ലാതാക്കുന്നു. പിന്നീട് ഇതെല്ലാം മനസ്സിലാക്കുന്ന ശങ്കർ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്റെ ജീവൻ കളയുന്നു. ഈ 2 സിനിമയുടെയും ക്ലൈമാക്സിൽ പ്രധാന കഥാപാത്രങ്ങൾ പറയുന്ന ഡയലോഗ് ഏകദേശം ഒന്ന് തന്നെയാണ്. അതായത്, എന്നെ നിനക്ക് മുഴുവനുമായി കിട്ടില്ല, ഞാൻ സ്നേഹിച്ചത് വേറെയാളെയാണ് എന്ന്.
ഈ ഡയലോഗ് പറഞ്ഞ ശേഷമാണ് പ്രധാന കഥാപാത്രം തന്റെ പാർട്ട്ണറിനെ കൊലപ്പെടുത്തിയ സുഹൃത്തിന് മുന്നിൽ വെച്ച് തന്റെ സ്വന്തം ജീവൻ കളയുന്നത്. ഒരു വെറൈറ്റി പ്രതികാരം. അങ്ങനെ ഈ 2 സിനിമയിലും സുഹൃത്തുക്കൾക്ക് താൻ ആഗ്രഹിച്ച ആളെ കിട്ടുന്നില്ല. ഈ 2 സിനിമയിലും ആകെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മഴവില്ലിൽ നായികയെ സ്വന്തമാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞുന്ന സിനിമയിൽ നായകനെ സ്വന്തമാക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാലും വല്ലാത്തൊരു സിമിലാരിറ്റി അല്ലേ. നോട്ട് ബുക്ക്. 2006 റോഷൻ ആൻഡ്രൂ സിനിമയാണ് നോട്ട് ബുക്ക്. ടീനേജ് ലവ് സ്റ്റോറിയായ ഈ സിനിമയിലെ ഒരു ഭാഗത്തായി നായകനെ ഓർത്ത് ക്ലാസ് മുറിയിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. സൂരജ് is so cute. What? Sir, 2 sin A cos B is equal to sin A plus B plus sin A minus B. Yes, that's right. എന്നാൽ വളരെ രസകരമായ ഈ ഒരു സീൻ 2004 പുറത്തിറങ്ങിയ ഹോളിവുഡ് ടീനേജ് കോമഡി സിനിമയായ മീൻ ഗേൾസിന്റെ ഡിറ്റോ കോപ്പിയാണ്. He was so cute. I mean, A sub n equals n plus 1 over 4. That's right. ഒക്കടു. 2003 പുറത്തിറങ്ങിയ മഹേഷ് ബാബു സിനിമയാണ് ഒക്കടു. ഒക്കടുവിന്റെ തമിഴ് റീമേക്കാണ് വിജയ് സിനിമയായ ഗില്ലി. ഒക്കടുവിന്റെ ക്ലൈമാക്സിൽ മഹേഷ് ബാബുവും പ്രകാശ് രാജും തമ്മിലുള്ള ഫൈറ്റിനിടയിൽ വില്ലത്തെ കഥാപാത്രം തോട്ട കത്തിച്ച് മഹേഷ് ബാബുവിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഒരു പട്ടി ആ ഒരു തോട്ട കടിച്ചുകൊണ്ട് പിന്നാലെ പോകുന്നൊരു സീനുണ്ട്. വളരെ സീരിയസ് ആയ ആ ഒരു ഫൈറ്റിനിടയിൽ ഈ ഒരു കോമഡി കുത്തിക്കയറ്റിയെങ്കിലും ആ കോമഡി 1994 പുറത്തിറങ്ങിയ പ്രിയദർശൻ സിനിമയായ മിന്നാരത്തിലെ കോമഡി രംഗത്തിന്റെ കോപ്പിയായിരുന്നു. ശിവാജി. രജനീകാന്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു ശിവാജി. സിനിമ ഇറങ്ങിയിട്ട് 2 പതിറ്റാണ്ടിലേക്ക് പോകുമ്പോഴും ഈ സിനിമയിലെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഡയലോഗുകളിൽ ഒന്നായിരുന്നു ഇത്. എന്നാൽ ഏറെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട രജനീകാന്തിന്റെ ഈ ഒരു ഐക്കോണിക് ഡയലോഗ് ഇദ്ദേഹത്തിന്റെ അല്ല. ശിവാജിക്കും 3 വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ 2004 അർജുൻ സിനിമയായ ഗിരിയിൽ അർജുൻ പറയുന്ന ഡയലോഗ് ഒന്ന് കേട്ടു നോക്കും. സിംഗം തനിയതാണ്ട വരും പൊന്നിങ്ങതാ ഇവിടെ കൂട്ടമാനിക്കും. ശങ്കർ സാറ് പതിവ് പോലെ അതും നൈസായിട്ട് അടിച്ചു മാറ്റി. കായംകുളം കൊച്ചുണ്ണി. 2018 നിവിൻ പോളി സിനിമയാണ് കായംകുളം കൊച്ചുണ്ണി. സിനിമയുടെ അവസാന ഭാഗത്ത് കൊച്ചുണ്ണിയെ തൂക്കിലെത്തുന്ന സമയത്ത് അവിടെ കൂടി നിൽക്കുന്ന ഒരാൾ ഒരു വിപ്ലവ പാട്ടിന് തുടക്കമിടുകയും പിന്നീട് ബാക്കി ആളുകൾ അത് ഏറ്റുപാടുകയും ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഉദ്യോഗസ്ഥന്മാര് അവർ എന്തിനു വേണ്ടിയാണ് ഈ പാട്ട് പാടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കായംകുളം കൊച്ചുണ്ണിയിലെ ഈ ഒരു സീൻ 2007 പുറത്തിറങ്ങിയ ഹോളിവുഡ് സിനിമയായ പൈരറ്റ്സ് ഓഫ് ദ കരീബിയൻ അറ്റ് വേൾഡ്സ് എൻഡ് എന്ന സിനിമയിൽ നിന്നും നേരിട്ടെടുത്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ആ സിനിമയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ മുന്നിൽ നിന്ന് ഒരു വിപ്ലവഗാനം പാടുന്ന ഒരു കുട്ടിയും അത് ഏറ്റുപാടുന്ന ചുറ്റുമുള്ള ആളുകളെയും കാണാൻ കഴിയും. ആ ഒരു പാട്ട് അവർ എന്തിനു വേണ്ടിയാണ് പാടുന്നതെന്ന് ഭരണകൂടം പരസ്പരം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഈ 2 സിനിമയിലും പിന്നീട് അങ്ങോട്ടുള്ള സീനുകളെല്ലാം ആ ഓരോ പാട്ടുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു. ഈ വീഡിയോയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.